സുലാവസി ദ്വീപിലെ മക്കാസറിനടുത്തുള്ള റമങ് റമങ് എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. കോറൽസും ലൈം സ്റ്റോണുകളും കൊണ്ട് തീർത്ത 90 ഡിഗ്രി ചെരിവിലുള്ള സുന്ദരൻ മലനിരകളാണ് ഈ നാടിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ നാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കാനിറങ്ങി നമ്മൾ പിന്നീട് കണ്ടത് ജുറാസിക് പാർക്ക് സിനിമയെ ഓർമ്മപ്പെടുത്തുന്ന പരിസരങ്ങളാണ്. ഇന്നത്തെ ദിവസം മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ടായി. ഒറ്റയ്ക്ക് നടന്ന് ഗ്രാമത്തിലൂടെ പോകുന്ന എന്നെ കണ്ട ഈ വീട്ടുകാരായിട്ടുള്ളവർ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പിന്നീട് അവിടെ നടന്നത് സ്വപ്നത്തിലേതുപോലെ തന്നെ. ഹലോ, നമസ്തേ. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച റമങ് റമങ് അങ്ങനെയുള്ള ആ ഒരു ഗുഹയുടെ മുമ്പിൽ നിന്ന് വീണ്ടും സ്വാഗതമുണ്ട്. ചേട്ടൻ എന്നെ വിട്ടു പോയിട്ടില്ല, ചേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ എങ്ങനെ രീതിയിലൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം മഴയുടെ ചെറിയൊരിത് കാണുന്നുണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് ഒരുപാട് ദൂരം നടന്നു പോകാനുണ്ട് നമ്മൾ താമസിച്ച ആ ഒരു ഹോം സ്റ്റേയിലേക്ക്. അപ്പം അതിന് ഇവിടുന്ന് തിരിച്ചു പോകാൻ 2 ഓപ്ഷനുണ്ട്. ഒന്ന് നടന്നു പോകാം, അല്ലെങ്കിൽ നമ്മളുടെ തോണി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് അവർ കൂട്ടിക്കൊണ്ടു പോകും. അതിന് പക്ഷേങ്കിൽ ഒരു 2 ലക്ഷം രൂപ ചിലവ് വരും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ അവരെന്നാലും ഇപ്പോൾ ഒരു ഉള്ളിക്കൂടിലൊക്കെ പോയിട്ട് വേറെ ഏതൊക്കെയോ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞേ. അപ്പം അങ്ങോട്ട് പോകണോ അതോ തിരിച്ച് നടന്നു പോകണോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷനായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഒടുവിലെ നമ്മൾ തീരുമാനമാക്കി. എന്തായാലും വീണ്ടും വലിയൊരു മഴയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അത്രയും ദൂരം നടക്കുന്നതിനേക്കാളും ബെറ്റർ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ജുറാസിക് പാർക്ക് കാട്ടിൽ കൂടി ഒരു ബോട്ട് യാത്ര പോകാം എന്നുള്ളത്. അപ്പം പൈസയിലൊരു കുറവില്ല. ഞാൻ കുറച്ചത് സംസാരിച്ച് നോക്കി. പക്ഷേ എങ്കിൽ പുള്ളിക്കാരൻ്റെ അല്ല, പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ ബോട്ടാണ്. അപ്പോൾ എന്തായാലും എന്നോട് 2 ലക്ഷം രൂപ തന്നെയാണ് പറഞ്ഞത്. 2 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1100 രൂപയെ. കുഴപ്പമില്ലല്ലേ? കുഴപ്പമുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പെൻസ് പൊട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ വേറെ രാജ്യമല്ലേ, കാഴ്ചകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയല്ലേ. ക്യാഷ് പോട്ടെ, കാഴ്ചകൾ വരട്ടെ അല്ലേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഗ്രാമത്തിൻ്റെ പല കാഴ്ചകളും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്ത ആളുകൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണുക. സുന്ദരമായിട്ടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളമാണെന്ന് വെച്ചാൽ വെള്ളമാണ്, മലയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരം മലയാണ്. ഇനിയിപ്പോൾ മണ്ണാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇവിടെ മണ്ണാണ്. അങ്ങനെ മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വില്ലേജ് ഏരിയ കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം ഈ ഒരു വില്ലേജിലെ വീടുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഇതാ ഇതിലൊരു പാലമുണ്ട്. ഈ പാലമൊന്നും ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. ഇതാ ഈ ഒരു പാലം വഴി കയറി പോയിട്ടുണ്ടെങ്കിൽ അതാ ഇവിടെ ഒരു ബോട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തുള്ള ബോട്ടായിരിക്കണം. 1 2 3 4 5 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. ശരിക്കും 6 പേരുണ്ടായിരുന്നെങ്കിൽ പൈസ ഷെയർ ചെയ്യുവാണെങ്കിൽ ശരിക്കും അത്രയേ പൈസ വരത്തുള്ളൂ ഒരാൾക്ക്. അറ്റ്ലീസ്റ്റ് 4 പേരെങ്കിലും ഉണ്ടായിരുന്ന 50,000 രൂപ വെച്ചേ ആവത്തുള്ളൂ. സാരമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വീട്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ വീട് വരെ പോയി ജസ്റ്റ് വീട്ടിലുള്ളവരൊന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിൽ ഉൾനാട്ടിലെ ആളുകൾ വീട്ടിലൊക്കെ താമസിക്കുന്നത്. ചെറിയ ബോട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ വീടുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ അപ്പാ കബർ. ഇത് വീടും തൂണിൻ്റെ മേലെയാണ് കേട്ടോ. ഹായ്, ഹലോ. ഇദ്ദേഹമാണ് എന്നെ ബോട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് വെച്ചു. ഹലോ, കം സീ ഹൗസ്. ഓക്കെ, പുള്ളിയുടെ തന്നെ വീടാണ്. ഫാദർ. ഓക്കെ ഇന്ത്യ. ഷൂ ഞാൻ അഴിച്ചു വെച്ചു. കുച്ചു ഹോത്താ ഹേ. യെസ്, ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുച്ചു ഹോത്താ ഹേ പാട്ട് അറിയാട്ടാ. ആ വീടിൻ്റെ മേലോട്ടേക്ക് ഞാൻ വന്നു. യെസ്, ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. ബാൽക്കണി ഏരിയ എന്ന് പറയും. എല്ലാ വീടിനും ഇതുപോലെ ബാൽക്കണി ഏരിയ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ഇവിടെയൊക്കെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. ഓക്കെ, മരം കൊണ്ടാണ് അതിൻ്റെ ഫ്ലോർ ഉണ്ടാക്കിയേക്കുന്നത്. കയറി വരുന്ന വഴി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഉൾഭാഗം. ഓക്കെ, വലിയൊരു സെൻട്രൽ ഹാളാണ് കേട്ടോ. നൈസ്. അതും പല കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറെല്ലാം പല കൊണ്ട് തന്നെയാണ്. ഹലോ, വാട്ട്സ് യുവർ നെയിം? സീതൽ. Which class you are studying? Class 2. Okay. ശീതൽ എന്നാണ് കേട്ടോ പേര് പറഞ്ഞത്. ശീതൽ. ഓക്കെ, ആ ഒരു ഇന്ത്യൻ പേരാണല്ലോ ശരിക്കും. TV കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെയുണ്ട്. 2 പൂച്ചകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഹലോ, ഹൗ ആർ യു? അപ്പാ കബർ.
ഓക്കെ. ആ അത് കഴിഞ്ഞിട്ട് ഇതാണ്. ഹായ്. അപ്പം ആ ജല്ലക്കി നൈസ്. അത് അടുക്കള കിച്ചൺ അടുക്കള ഏരിയ ആണ് കേട്ടോ. ഇത് ചെറിയ വീടാണ് എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൂടാതെ ഇവരുടെ ബെഡ്റൂം കണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് മരമൊക്കെ വെച്ചിട്ടാണ് ബെഡ്റൂം സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. നൈസ്. അത് കഴിഞ്ഞിട്ട് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഇവരുടെ ജനൽ കമ്പികൾ വരെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനലിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മലനിരകളാണ് കേട്ടോ, കാടും മലനിരയൊക്കെയാണ്. നൈസാണ്. അടുക്കളയിൽ അന്നേരപ്പോൾ ഈ ഇതിൻ്റെ മേലെ ഇവർ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മറ്റേ വിറകടുപ്പ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ആ ഒരു ഇതില്ലേ ആസ്പെറ്റോസിൻ്റെ ടൈപ്പ് ആ ഒരു സാധനം വെച്ച് അതിൻ്റെ മേലെയാണ് കേട്ടോ അടുപ്പുള്ളത്. വെള്ളമൊക്കെ മേലെ വരും, വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പൊക്കെ ഉണ്ട്. നൈസ്. ഓക്കെ ഓക്കെ ബൈ ബൈ, താങ്ക് യു. അപ്പം ഓക്കെ ലെറ്റ്സ് ഗോ. യാ, നമുക്ക് താഴത്തേക്ക് പോകാം. ഇനിയിപ്പോൾ നേരെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് പുള്ളിക്കാരൻ്റെ തന്നെ ബോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് പുള്ളീൻ്റെ വീട് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു എന്താ പറയുക എക്സ്ട്രാ ബെനഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഷൂ ഇടുന്നതാണ് കേട്ടോ, അതുകൊണ്ടായി പൊഞ്ഞു നിൽക്കുന്നത്. ബൈ ബൈ. ഓക്കെ, അപ്പോൾ അവരോട് ബൈ പറഞ്ഞിട്ട് ഞാൻ പോട്ടെ അടുത്ത സ്ഥലത്തേക്ക്. ഇപ്പോൾ ലോകത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയും ആളുകൾ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവർ ഈ സാധനത്തിനുണ്ടല്ലോ നീപ്പ എന്നാണ് കേട്ടോ ലോക്കലി പറയുന്നത്. ഇതിന് ഇതുണ്ടെങ്കിൽ വേറൊരു ഈ നമ്മുടെ പനയിലൊക്കെ ഉണ്ടാകുന്നില്ല, അതുപോലത്തെ ഒരു കായും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നൈസ്. ഇതിൻ്റെ ഇല വന്നിട്ട് എക്സാക്റ്റ് നമ്മുടെ തെങ്ങിൻ്റെ ഇല തന്നെയാണ് കേട്ടോ. അതുണ്ടോ ഈർക്കിലി ഒക്കെ ആയിട്ടുള്ളത്. പക്ഷേങ്കിൽ നിലത്തുനിന്നുണ്ടായി വരുന്നു. ഹമ്പട തെങ്ങിൽ തെങ്ങും പനയും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായതാണ്. സംതിങ് ഫിഷി. എന്തായാലും ഈ ഒരു പാടത്തിൽ കൂടി നടക്കുമ്പം വീഴാതെ വേണം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഇറങ്ങും? എനിക്ക് പോകാനുള്ള ബോട്ട് റെഡിയായി. ദിസ് വേ. വീഴാതെ വേണം ഇറങ്ങാൻ. യെസ്. Apa kabar? Bye. Terima kasih. Sama-sama. ഓക്കെ. ഇനിയിപ്പം നമുക്ക് പോകാം. അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും വന്ന് അമ്മ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളെ. അമ്മയല്ല കേട്ടോ, അച്ഛനാണ് വരുന്നത്. ടൗണിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് പോവാം. പിന്നെ ഉണ്ടല്ലോ കാർമേഘം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. മഴ പെയ്തിട്ടുണ്ട്. തോണിയിലിരുന്ന് നമ്മൾ മഴ കൊണ്ടുവരും. പിന്നെ കാറ്റ് വരുന്ന സമയത്ത് നല്ലൊരു സൗണ്ടാണ് കേട്ടോ. ഈ ഓലയൊക്കെ ഇങ്ങനെ വന്ന് അടിക്കുന്നതിൻ്റെ ഒരു ഫീല് ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു തോടിന് വലിയ ആഴമൊന്നുമില്ല കേട്ടോ, ചെറിയ ആഴമുള്ളൂ. ഇതിൽ രണ്ട് സൈഡും മുട്ടാതെ നമ്മൾ സൂക്ഷിച്ച് വേണം ഈ ഒരു ബോട്ട് ഓടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഇത് അപ്പുറത്തെ ആ ഒരു വീട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വീട്ടുകാരുടെ ജെട്ടി അതാണ്. അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങനെ ചാലായിട്ട് ഈ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ ചേട്ടൻ രണ്ട് സൈഡും മുട്ടാതെ കറക്റ്റായിട്ട് നോക്കി ചേട്ടാ ശരിക്കും മഴ പെയ്യുന്നില്ല, കാറ്റിൻ്റെയാണ്. തുഴഞ്ഞ് പതുക്കെ പോകുന്നുണ്ട്. ഇവർ സാധനങ്ങളൊക്കെ വാങ്ങാനും മറ്റൊക്കെ ആയിട്ട് ഈ ഒരു ബോട്ടിനെ തന്നെയാണ് കേട്ടോ ആശ്രയിക്കുന്നത്. നടക്കണ്ട, ഞാൻ നടന്നത്രയും നടക്കേണ്ട ആവശ്യമില്ല. പല കൈവരികളായിട്ട് ഇതുണ്ട്, അങ്ങോട്ടേക്കും ഒക്കെയും വളഞ്ഞു തിരിഞ്ഞ് പോകുന്നുണ്ട്. ആ ഒരു ഭാഗമെല്ലാം ഫോറസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിനെ തിരിക്കുന്ന പോർഷനാണെന്ന് തോന്നുന്നു. പുള്ളി കയറിയത് വെറുതെ അല്ല, വണ്ടി തിരിക്കാനും കൂടി കയറിയിട്ടാണ്. ഇപ്പം മനസ്സിലായി. കാരണം ഇനി എൻജിനുണ്ടോ? ഉണ്ടെന്ന് തോന്നല്ലോ. അത് ആ സൈഡിലായിരിക്കുന്നത്. ഇതിനെ തിരിച്ചെടുക്കൽ കുറച്ച് പണിയാണ് കേട്ടോ. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കൊണ്ടുവരല്ലേ. ഇവിടുന്ന് പുള്ളിയും രണ്ട് സൈഡിൽ ആൾ വേണം, എങ്കിൽ മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. പുള്ളി കഷ്ടപ്പെട്ട് തള്ളുന്നുണ്ട്. അന്നേരം അവിടെ പോയി കുത്തി നിന്നു. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് കഷ്ടപ്പെട്ട് വീണ്ടും കമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് തള്ളി മാറ്റി. അപ്പം നമ്മളുടെ ആ ഒരു വളർന്നു നിൽക്കുന്ന ഈ ഒരു നിലത്തുനിന്ന് വളരുന്ന തെങ്ങില്ലേ, തെങ്ങോല നിലത്തുനിന്ന് വളരുന്ന ആ ഒരു സാധനം, അതിൻ്റെ കായ അതാ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ് അതിൻ്റെ കായ ഉണ്ടാവുക. സെറ്റായി, നമ്മളുടെ ബോട്ട് വളഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കിയിട്ട് പോവാം. യെസ്, സ്റ്റാർട്ട്.
നമ്മൾ ഇതിനിടയിൽ കൂടി കുതിച്ചു പായും കേട്ടോ. പക്ഷെ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല, കാരണം ഈ സാധനം എപ്പോൾ വേണേലും പോയി അവിടെ ഇവിടെ കുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഓളത്തിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ചെടിയില്ലേ, ഈ ഒരു ചെടി ശരിക്കും ഒരുപാട് ഈ ഒരു ഏരിയയിൽ ഹെക്ടർ കണക്കിന് മേഖലയിൽ ഈ ഒരു ചെടി തന്നെയാണ് കിടക്കുന്നത്. ശരിക്കും ഈ ഒരു വെള്ളത്തിൽ, ഈ ഒരു ചതുപ്പ് നിലത്തിൽ വളരാൻ പറ്റുന്ന ചെടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഇവിടെ കൂടുതലായിട്ടും വളരുന്നത്. വേറെ മരങ്ങളൊന്നും ഈ ഒരു ചതുപ്പിൽ വളരില്ലല്ലോ. ഇവരുടെ ഈ ഒരു ഗ്രാമം ശരിക്കും ഉണ്ടല്ലോ, ഇവിടുത്തെ ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം വീടുകളുണ്ട്, ഗ്രാമ വീടുകൾ. ശരിക്കും ഈ ഒരു ചതുപ്പ് നിലത്തിനുള്ളിലുള്ളൊരു ഗ്രാമമാണ്. ഈ ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതുണ്ട്, ഈ ഒരു ടൈപ്പ് മരവും ഇലയും ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ള ബോട്ട് യാത്രകളൊക്കെ നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ പല സീരീസുകളിലും നമ്മൾ കണ്ടിട്ടില്ലേ. ശരിക്കും മേ ബി അവരൊക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടായിരിക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് ഇന്തോനേഷ്യയിലെ. ഒരു ഐലൻഡ് ശരിക്കും ജുറാസിക് പാർക്ക് ഐലൻഡ് എന്നാണ് പറയുന്നത്. ആ എക്സാക്റ്റ് ജുറാസിക് പാർക്ക് സിനിമയിലുള്ള പല സാധനങ്ങളും ആ ഒരു ഐലൻഡിലുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിലെ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടാണ് പല ഇംഗ്ലീഷ് സിനിമകളും ഉണ്ടാക്കിയേക്കുന്നത്. കിങ് കോങ് സിനിമയുടെയൊക്കെ പല പോർഷൻസും എടുത്തേക്കുന്നത് കംബോഡിയയുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ. പിന്നെ അവതാർ എന്ന് പറയുന്ന സിനിമയുടെ പോർഷൻ എടുത്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു സ്ഥലം തപ്പിക്കൂടിയാണ് ഞാൻ ഈ ഒരു ദ്വീപിലേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മളുടെ പുഴയ്ക്ക് കുറച്ചും കൂടി വീതി വന്നിട്ടുണ്ട്, നല്ലപോലെ ആഴമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വേറെ ബോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ എല്ലാം കേവ് പോലെ ഭാഗങ്ങൾ കാണുന്നുണ്ടോ. പിന്നെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇതാ മരം കൊണ്ടുള്ള ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാം. നമ്മളെ ശരിക്കും ഒരു കേവ് പോലെയുള്ളതിൻ്റെ അടിയിലേക്കാണ് കേട്ടോ വന്നെത്തുന്നത്. അവിടെയെല്ലാം വീടുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആൾക്കാർ താമസമൊക്കെ ഉണ്ട്. കണ്ടില്ല നിങ്ങൾ, ടോറൻസ്. ചെറിയ രീതിക്ക് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് നോക്കി നിങ്ങൾ, നല്ല രീതിയിൽ വലുതായി നമ്മളുടെ പുഴ. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൽ കാടുകളാണ് കേട്ടോ ഈ കാണുന്നത്, കണ്ടൽസ്. ഇവിടെയും ആ ഒരു മല കേവ് പോലെ ഫോം ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ നടന്നു വരുമ്പോൾ കണ്ട ആ ഒരു വിഷ്വലേ അല്ല, ഇങ്ങനെ വെള്ളത്തിൽ കൂടി പോകുമ്പം എക്സാക്റ്റ് വേറൊരു ഇതാണ് കേട്ടോ. വാവ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. നോക്കി നിങ്ങൾ, ആ ഒരു മലയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെയൊക്കെ ഇവർ മീൻ പിടിക്കുന്നതിൻ്റെ ട്രാപ്പ് ഇതുണ്ട്, ആ ട്രാപ്പുകൾ നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തോണി എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്കറിയാം. നമ്മൾ വരുന്ന വഴിക്ക് ഒരു വില്ലേജ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ തോണികൾ വന്ന് അടുക്കുന്നുണ്ടായിരുന്നു. അവിടെയാണോ അതല്ല മെയിൻ റോഡുണ്ട്, മെയിൻ റോഡിൻ്റെ അവിടെ ഇതുപോലത്തെ പരിപാടിയുണ്ട്. ഇനി അവിടെയാണോ ഈ ബോട്ട് ചെന്ന് എത്തുക എന്നുള്ളത് എനിക്കറിയില്ലേ. ഇനിയിപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദൂരമുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം എന്തുണ്ടെങ്കിൽ കോട്ടേജസ് ആണ് കേട്ടോ, താമസിക്കാൻ വേണ്ടി ആളുകൾക്ക് വേണ്ടിയുള്ളത്. അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. നൈസാണ്. നോക്കി നിങ്ങൾ, നല്ല ഭംഗിയില്ലേ. ഓക്കെ, നമ്മളങ്ങനെ ഇതാ, എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ്. യെസ്, ഞാൻ ആ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയാണ് നടന്ന് കയറി പോയിട്ടുണ്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇതാ ഇവിടെ ഇതാകെ ഒരു എത്ര മിനിറ്റ് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റത്തെ യാത്രയെ. പക്ഷെ അതിന് ഈ ഒരു ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര കൂടുതലാണ്. ടൂറിസ്റ്റുകളെ പിഴിയുന്ന പോലത്തെ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലൊരു 1100-200 രൂപ 10 മിനിറ്റ് യാത്രയ്ക്ക് ശരിക്കും കൂടുതലാണ്. ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ തോണികൾ ഇതുണ്ടങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇവരെല്ലാം ശരിക്കും ഒരു ദിവസം ചിലപ്പോൾ ഇവർക്കൊക്കെ ഓരോ ഓട്ടോ ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം അങ്ങനെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കാം, കുഴപ്പമില്ല.
ഇങ്ങനെയൊക്കെ വേണമല്ലോ ഓരോ ടൂറിസം ഏരിയ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്. തെരുമക്കാസി. ഓക്കെ, അപ്പം ഞാനിത് ഇവിടെ ഇറങ്ങുകയാണ്. ഹലോ. ചേട്ടൻ പിടിച്ച് നമ്മളുടെ ബോട്ട് അടുപ്പിച്ച് തന്നു. അങ്ങനെ ബോട്ട് ജെട്ടിയിലെടുത്തു. യെസ്, ഇത്രയും നേരം പെയ്യാണ്ടിരുന്ന മഴ ഇനി ഇപ്പോൾ പെയ്യും. എന്തായാലും എല്ലാം കൊണ്ട് നമുക്ക് കുറച്ച് ലക്കുണ്ട്. കറക്റ്റ് വലിയ മഴയൊന്നും നനയാതെ ഇവിടം വരെ എത്തി. ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്ന് ആ ഒരു മലയുടെ അടിവാരത്തോടെയൊക്കെ പോയി അങ്ങനെ ആ ഒരു കാടൊക്കെ കയറി നടന്നിട്ടാണ് ഇവരുടെ അവിടെയുള്ള ഒരു വില്ലേജിലേക്ക് എത്തിച്ചേർന്നത്. അതാണ് ഞാനിപ്പം 10 മിനിറ്റ് കൊണ്ട് ബോട്ടിൽ കയറി ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ സംബന്ധിച്ച് കാഴ്ച കാണാൻ വേണ്ടി മാത്രം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും എനിക്കത് നഷ്ടമായേനെ. പക്ഷേങ്കിൽ ഞാൻ അതിൽ നടന്ന് എനിക്ക് തിരിച്ചിവിടെ എത്താൻ വേണ്ടിയിട്ട് കൂടി ഞാനിങ്ങനെ പോയതുകൊണ്ട് വലിയ നഷ്ടമില്ല. ഇവരുടെ ഈ ഒരു ബോട്ട് ജെട്ടി ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അത്യാവശ്യം നല്ല വൃത്തിയിൽ ഇവരുടെ തനതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ മരങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇവിടെ ഇവരുടെ സുവനീഴ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഈ ഒരു നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് കേട്ടോ. പനയോലയല്ല, നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ട ഒരു ഇതില്ലേ, അതിൻ്റെ ഓല കൊണ്ടും അതിൻ്റെ ഈർക്കിൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നൈസ്. ഇവിടെ പിന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ, റെസ്റ്റ് റൂം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. ഹലോ. പിന്നെ മൊത്തത്തിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ മാപ്പ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്ഥലമാണ്. അതുകൂടാതെ ഇതുപോലെ പല ഗുഹകൾ നോക്കി നിങ്ങൾ. ഡയമണ്ട് കേവ്, അമുറുങ്ങ് ഫീൽഡ്, ബാറ്റ് കേവ്, കർമ്മ സൈറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സൈറ്റുകളും കേവുകളും ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനെയും ബോട്ട് വഴി കണക്ട് ചെയ്തിട്ടുമുണ്ട്. കുറച്ച് നേരം ഞാനിവിടെ നോക്കി നിന്നു. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന ഇത്രയും ദൂരം നമുക്ക് നടക്കാം. മഴ പെയ്യാൻ തുടങ്ങി കുറച്ചധികം നേരം മഴ പെയ്യുമായിരിക്കും. പിന്നെ മഴ കഴിയാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഒരു കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അവിടെ നിന്നൊന്നും ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ നേരെ നമ്മളുടെ ഹോം സ്റ്റേയിൽ പോയി അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോണിൻ്റെ ചാർജ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആകാറായി. അപ്പോൾ ഈ ഒരു മഴയ്ക്ക് മുമ്പ് അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ നമുക്കത് ചാർജിനൊക്കെ ചെയ്തിട്ടിട്ട് മഴ കഴിയുമ്പോൾ അപ്പാടെ അടുത്ത സ്ഥലത്തേക്ക് പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിചാരേ ഇതുണ്ട്. ഇവിടുത്തെ വണ്ടികളൊക്കെ ഇവർ നല്ല രീതിക്ക് മോഡിഫൈ ചെയ്യുവേ. അതുകൊണ്ട് അങ്ങനെ മോഡിഫൈ ചെയ്ത് എടുത്തേക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. പണ്ട് ചെറുപ്പത്തിൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെറിയ കാറ് കിട്ടൂലേ, ആ ഒരു കാറിൻ്റെ വലിയ സാധനം പോലെയുണ്ട് കേട്ടോ. ടോയ് കാറ്, കുട്ടി കാറ്. എത്ര ഉള്ളേരിയ ആണെങ്കിലും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ടാറൊക്കെ ചെയ്തത് റീസെൻ്റായിട്ട് ടാർ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ടാറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. മഴ കാർമേഘം നല്ല കട്ടിക്കുണ്ട്. ഞാൻ വലിച്ച് കാല് വെച്ച് നടക്കുകയാണ് കേട്ടോ, മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട്. അവിടുന്ന് ആ വരുന്ന ആ റോസ് കളർ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ഒരു പലചരക്ക് വണ്ടിയാണ് കേട്ടോ. സാധനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർ ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നൈസല്ലേ. ഞാൻ നടന്നിട്ടുണ്ടല്ലോ നമ്മളുടെ ആ ഒരു ഹോം സ്റ്റേ ഒക്കെ നിൽക്കുന്ന ആ പള്ളി ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ അടുത്താണ് ഹോം സ്റ്റേ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നു. മഴ ഇതുവരെ പെയ്തില്ല. നൈസ്. ഫോൺ ഇതുവരെ ഓഫ് ആയില്ല. അത് നൈസ്. പള്ളിയിലെ പ്രാർത്ഥനയുടെ സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ഈ ഒരു കുളത്തിൽ മീൻ പിടിക്കുന്നുണ്ട്. അവിടെയും ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ, മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുമെന്ന് നോക്കാമല്ലോ. കുറച്ച് നേരം ഞാനും പോയി നിൽക്കട്ടെ. എനിക്ക് മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചൂണ്ടയിൽ മീൻ കൊത്തുന്ന കാഴ്ച, അതിനെ പിടിച്ച് കരയിലോട്ട് വലിച്ചിടുന്ന കാഴ്ച, ക്രൂരമായ മനസ്സല്ലേ. ആ ഒരു വീട്ടിലെന്തോ പാർട്ടി പോലത്തെ എന്തോ നടക്കുകയാണ്. എന്നിട്ടിപ്പം അവർ ഫ്രണ്ടിൽ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ എന്തോ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കിട്ടി കേട്ടോ, ഒരു ചെറിയൊരുത്തിനത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നൈസ്. വന്നതിൻ്റെ കാര്യം നടന്നു. ഞാൻ ജസ്റ്റ് ആ വീട്ടിലേക്കൊന്ന് നടക്കട്ടെ, അവരോട് ജസ്റ്റ് ഒന്ന് വർത്താനം പറയാം. ഞാൻ കൈവീശി കാണിച്ചപ്പോൾ അവർ തിരിച്ച് കൈവീശി കാണിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ ആളുകളുമായിട്ട് പരിചയപ്പെടുകയും അവരോട് വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും നിരന്ന് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ പിടിച്ച മീനെ കറി വെച്ച് കഴിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഹലോ. ഇവരൊക്കെ ഇവിടുന്ന് അവിടെ നിന്നിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ അപ്പ കബർ. ഓക്കെ. ഹായ്. എനി ഫങ്ഷൻ? ഇംഗ്ലീഷ്?
Little. Any function is happening? Yes. Function? Program? Oh no. No. Celebration? No. നോ സെലിബ്രേഷൻ. മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവർ പിടിച്ചേക്കുന്ന മീനെ അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് തന്നെ ചുട്ട് റെഡിയാക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ ഈ കാണുന്നത് കേട്ടോ. മീൻ ചുടുന്നതിൻ്റെ ആ ഒരു മണം ഇങ്ങോട്ട് വരുന്നുണ്ട്. മീൻ മാത്രമല്ല അവിടെ ചിക്കനും വറുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാളെ. എന്തോ എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എന്തായാലും മീൻ ചുടുക എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ വീടിൻ്റെ അടിഭാഗമില്ല, അടിഭാഗം ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം കൺവേർട്ട് ആയിട്ടുണ്ട്. കൂടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മറ്റേ ഫോൺ ഓഫായിപ്പോയി. പകരം ഞാൻ വേറെ ഉണ്ടായിരുന്ന പണ്ട് നമ്മൾ ഈ നേപ്പാൾ യാത്രയ്ക്ക് ഉപയോഗിച്ച എൻ്റെ ഓൾഡ് ഫോൺ S20 FE-ലാണ് കേട്ടോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു വീടൊക്കെ ഉള്ളത്. ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇവരോട് ബൈ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. എൻ്റെ ഫോൺ പോയി ചാർജ് ചെയ്യട്ടെ. ഓക്കെ, അടുത്ത മീനിനെ ഇപ്പോൾ കിട്ടിയ ശരിക്കും ലൈവ് ഫിഷിങ്. മീൻ പിടിക്കുന്നു, അതിനെ ഡയറക്റ്റ് അപ്പം തന്നെ എടുത്തിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്യുന്നു. ദെൻ എഗെയിൻ ഫിഷിങ്. അതായത് ഇവിടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവർ ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് റിഫ്രഷിങ് വിത്ത് കമ്പനി. ഓക്കെ, ഫ്രണ്ട്സ് ഫാമിലി. ഓക്കെ, അവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ റിഫ്രഷ് ആകുന്ന ദിവസം. ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ് അവിടെ മോസ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് ഇവർ കുക്ക് ചെയ്ത് വെക്കും. അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 100 വട്ടം സമ്മതം. എന്നെയുണ്ടല്ലോ അവിടെ നിന്ന് മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വിളിക്കുന്നുണ്ട്. പഞ്ചിങ് അങ്ങനെ എന്തോ ഒരു പേരാണ് പറയേണ്ടത്. ഓ ഒറ്റപ്പിടുത്തത്തിൽ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതെന്നെ വിളിച്ച് കാണിക്കുമായിരുന്നു കേട്ടോ. ഈ ക്യാമറയ്ക്ക് അത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു വിഷ്വൽസ് ഒന്നും എനിക്ക് നഷ്ടപ്പെടുത്താനേ വയ്യ, അതുകൊണ്ട് എടുക്കുവാണേ. അവിടെ നേരപ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ചെറുതാണ് കണ്ടെങ്കിൽ എന്താ ബിഗ് വലിയ മീൻ അതാ അടുത്തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്, കാരണം അത്യാവശ്യം നല്ല മീൻ ഈ ഒരു കുളത്തിലുണ്ട്. താങ്ക് യു, എനിക്ക് ഇടാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇട്ടാൽ മതിയാ. കിട്ടി അതാ എനിക്ക് കിട്ടി മീന്. ആടാ, ഇതിവിടെ പെട്ടെന്ന് കിട്ടും കേട്ടാ. പെട്ടെന്ന് തന്നെ മീൻ കിട്ടി കേട്ടോ. വന്നു, മീൻ പിടിക്കുന്നു, കൊടുക്കുന്നു, കഴിക്കുന്നു. നൈസ്, ഗുഡ്. അങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നു, ഇട്ടപാട് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ മീനെ. അതിന് പക്ഷേ ഉണ്ടല്ലോ താട്ട് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി മീനാണത്. എൻ്റെ മീനൊരു വിലയിലുണ്ടായല്ലോ. പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ്, ഇതാണ് ഫ്രണ്ട്സ്, അവരവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്നെല്ലാം വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. അതിൽ കുറേ ആൾക്കാരുണ്ട്. പുള്ളി ചാടാന്നാണോ പറയുന്നത്? ദൈവമേ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ശരിക്കും എന്താ ഒരു വീട് നിറഞ്ഞു കേട്ടോ ഇവിടെ. ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് ഇവിടെ കിട്ടി കേട്ടോ. ദിസ് ഈസ് സാറു ലീപ്പ. ട്രഡീഷൻ മുണ്ടാണ് കേട്ടോ, മുണ്ട്. ഓക്കെ, ഒന്നോട് ചാടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നൈസ്. ഇവരെല്ലാം ആവേശമാക്കിയിട്ടുണ്ട്. ആളെ ഇതിൻ്റെ അകത്ത് ചാടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെയാണ് മെയിനായിട്ട് അറിയാവുന്ന, ഷാരൂഖ് ഖാൻ. കുച്ച് ഹോത്താ ഹേ, അത് അമീർ ഖാൻ. ഓക്കെ, നമ്മുടെ ബോളിവുഡ് സിനിമയ്ക്കുണ്ടല്ലോ
ശരിക്കും ഇന്തോനേഷ്യയിൽ വൻ റീച്ച് ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള ബാക്കിയുള്ള ആളുകൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് കഴിക്കാന്ന് പറഞ്ഞു. ലെറ്റ്സ് ഗോ. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ആടിക്കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ എന്നോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആരോടും ഒരു എതിരും പറയാറില്ല. അപ്പം തന്നെ ഞാൻ കയറി കഴിക്കും കേട്ടോ. കറക്റ്റ് ടൈമാണ്, ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ ഇവരുടെ അടുത്തേക്ക് എത്തിപ്പെട്ടെ. ഫിഷ് ഓക്കെ, നമ്മുടെ ബാർബിക്യൂ ഫിഷ് റെഡി ആയിട്ടുണ്ട്. എനിക്കും ഒരു പ്ലേറ്റ് തന്നിട്ടുണ്ട്. നൈസ്. ഇത് ഒരു സ്പെഷ്യൽ അനുഭവമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രാമത്തിലൂടെ നടക്കാൻ ഇറങ്ങിയുള്ള ഗുണം. ഇതാണ്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലുള്ള ആകാശങ്ങളിലും ആളുകളുടെ ഇടയിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റും. ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ വേണ്ടത്. കൾച്ചർ. ഞാനും മീനും കുറച്ച് ചോറും പിന്നെ ഇതാ മുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു ചാറുണ്ട്. പിന്നെ വേറെന്തോ ഒരു ടൈപ്പ് ചാറൊക്കെ ഉണ്ട്. സായൂർ എന്നാണ് കേട്ടോ ഈ ഒരു കറിയുടെ പേര് പറഞ്ഞത്. നൈസ്. വെള്ളരിക്ക പോലത്തെ എന്തെല്ലാം സാധനങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കഴിക്കട്ടെ. ഇവിടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹായ്. യെസ്. ശരിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലൊരു സ്ഥലത്ത് ലൈവായിട്ട് ഫിഷ് പിടിച്ച് അതിനെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നുണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടത്തില്ല. നൈസ്. ഇവിടെ ദാ ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. നൈസ്. ഓക്കെ. ആ മുളകിൻ്റെ ചട്നിക്ക് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല എരിവുണ്ട്. പക്ഷേ എങ്കിൽ മീൻ അതുപോലെ തന്നെയാണ് കേട്ടോ. മസാല ഒന്നും ചേർക്കാതെ ചുട്ടെടുത്തേക്കുന്നത് ഒറിജിനൽ മീനിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ കൂടെ ആ ഒരു തേങ്ങാപ്പാലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്കറിയാം ടേസ്റ്റി. അങ്ങനെ നമ്മളുടെ സംഭവബഹുലമായിട്ടുള്ള ആ ഫുഡിങ് അവസാനിച്ചു. വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടയെടുത്തിട്ട് മഞ്ചിങ്, അങ്ങനെയാണ് മീൻ പിടുത്തത്തിന് ഇവിടെ പറയുന്നത്. അപ്പം നിരന്ന് നിന്ന് എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഗുഡ്. പുള്ളിക്ക് മീനെ കിട്ടിയതിന്റെ സന്തോഷം കേട്ടോ. ആള് ഭയങ്കര കുറച്ച് ആക്റ്റീവാണ്. നൈസ്. എല്ലാരും എന്റെ വട്ടം കൂടിയിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാണ് കേട്ടോ. നാട്ടിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഏത് നാടാണ്, ഏതാണ് ഭക്ഷണം. എന്തായാലും കൊള്ളാം. ആള് കൂടുമ്പോഴേ ഈ ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരാളാണ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. തെരുമക്കാസി. ബൈ ബൈ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇവരോടൊക്കെ ബൈ പറഞ്ഞു. ഓക്കെ, ഷുവർ. ബൈ ബൈ. ഞാൻ ഇറങ്ങട്ടെ. ബൈ. തെരുമക്കാസി. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. താങ്ക് യു. യുവർ നെയിം? റിസ്ക. ഓക്കെ. അപ്പം ഞാൻ പോട്ടെ കേട്ടോ. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ബൈ 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 ഞാനിവിടെ നിന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളിങ്ങനെ ഓരോ ഗ്രാമത്തിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം കണ്ടില്ല നിങ്ങൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇവരെല്ലാവരും എന്തോ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ വന്നതാണ്. അപ്പോൾ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയതാണ്. അപ്പം അതിന് എന്നെ പങ്കെടുപ്പിച്ചു. ഭക്ഷണമൊക്കെ അവരുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ഒരു പങ്കൊക്കെ എനിക്ക് തന്നു. ഇതൊക്കെയാണ് കേട്ടോ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഗുണമേ. ഇതൊന്നും ഒരിക്കലും എനിക്ക് ഒരു സിറ്റിയിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വില്ലേജുകളിൽ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളിതുപോലെ പല കല്യാണങ്ങൾക്കും പല കയറിക്കൂടലുകൾക്കും കുട്ടികളുടെ എന്താ പറയുക നൂലുകെട്ടിന് അങ്ങനെ പറഞ്ഞ് പല പരിപാടികൾക്കും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ പോയിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ. സോ ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര നമുക്ക് എപ്പോഴും ആ ഒരു എന്താ പറയുക നിഷ്കളങ്കത്വം കൂടുതൽ പകർന്നു നൽകും. അങ്ങനെ നമ്മളും കൂടുതൽ നിഷ്കളങ്കരാകും. ഞാൻ പറഞ്ഞു വന്നത് ഞാനും അതുപോലെ ഭയങ്കര നിഷ്കളങ്കനായി എന്നാണ് കേട്ടോ. അപ്പോൾ വാ നടന്നും പറഞ്ഞും ഞാനിതാ നമ്മളുടെ ഹോം സ്റ്റേയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചെല്ലുന്നു. എൻ്റെ ഫോൺ കുറച്ചും കൂടി ഞാൻ അവിടെ കുത്തിയിട്ടായിരുന്നേ, അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ഫോണിൽ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചെന്ന് കുറച്ചും കൂടി ഒന്ന് ചാർജ് ഫുള്ളാക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബാഗും പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങണം കേട്ടോ. നമ്മളങ്ങനെ ഈ ഒരു ചെറിയ കുളത്തിൻ്റെ തീരത്തുള്ള നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് എത്തി. കഴിഞ്ഞ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മളുടെ വണ്ടിയാണിത്. നമ്മളൊരു ബൈക്കൊക്കെ റെൻറ്റിന് എടുത്തിട്ടാണ് ഇവിടുത്തെ സുലാവസിയുടെ മക്കാസർ എന്ന് പറയുന്ന ടൗണിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പം ഇതേ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഇൻറ്റീരിയർ പ്രദേശങ്ങൾ തപ്പി പോകാൻ പോകുന്നത്. ആദ്യമേ പോയി റൂമിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കുകയൊക്കെ വേണം, ഒന്ന് സെറ്റാവട്ടെ. ഇവിടുത്തെ ഈ ഒരു ഹോം സ്റ്റേയുടെ മേലെ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നസ്രുൽ ഹോം സ്റ്റേ അതാണിത്. നസ്രുലിൻ്റെ കസിൻസാണിത്. ഇതാണ് നമ്മുടെ നസ്രുൽ. ഓക്കെ, താങ്ക് യു. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.